പാർക്കിങ്ങിനെ ചൊല്ലിയുണ്ടായ നിസാര തർക്കത്തിന് പിന്നാലെ പിഞ്ചു കുഞ്ഞിനൊപ്പം ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിച്ച ദമ്പതികളെ കാറിടിച്ചു കൊല്ലാൻ ശ്രമം. ഒക്ടോബർ 26-ന് ബംഗളൂരു സദാശിവനഗർ പോലീസ് സ്റ്റേഷൻ പരിധിയിലുണ്ടായ വാഹനാപകടത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. ഫ്രീ ലെഫ്റ്റ് ഇല്ലാത്ത സിഗ്നലിൽ കാറിന് മുന്നിൽ വാഹനം നിർത്തിയതിലെ തർക്കമാണ് കൊലപാതക ശ്രമത്തിൽ കലാശിച്ചത്. കാർ ഓടിച്ച സോഫ്റ്റ്വെയർ എഞ്ചിനീയർ സുഹൃത് കേശവിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ദൃശ്യങ്ങളോടുകൂടി ലൈവ് 6 ആരംഭിക്കുകയാണ്. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. ഡൽഹിയിൽ അക്രമി സംഘം പദ്ധതിയിട്ടത് വൻ സ്ഫോടന പരമ്പരയ്ക്ക്. ഡിസംബർ 6-ന് വിവിധയിടങ്ങളിൽ സ്ഫോടനം നടത്താൻ ലക്ഷ്യമിട്ടു. നിർണായക യോഗം വിളിച്ച് അമിത്ഷാ. ഭീകരപ്രവർത്തനത്തിന് ഉപയോഗിച്ച 3ാമത്തെ കാറും കണ്ടെത്തി. ഇന്ത്യൻ അന്വേഷണ ഏജൻസികളെ പ്രശംസിച്ച് US സ്റ്റേറ്റ് സെക്രട്ടറി. ചെങ്കോട്ട സ്ഫോടനത്തിൽ മരണം 13ആയി. അരൂർ ഉയരപ്പാത നിർമ്മാണത്തിനിടെ ഗർഡർ വീണ് ഡ്രൈവർക്ക് ദാരുണാന്ത്യം. മരിച്ചത് പള്ളിപ്പാട് സ്വദേശി രാജേഷ്. കരാർ കമ്പനിക്കെതിരെ പ്രതിഷേധവുമായി നാട്ടുകാരും ബന്ധുക്കളും. മൃതദേഹം ഏറ്റുവാങ്ങിയത് 25 ലക്ഷം രൂപ നഷ്ടപരിഹാരം ഉറപ്പ് നൽകിയതോടെ. മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് കേസെടുത്ത് പോലീസ്. PMശ്രീയിൽ വീണ്ടും CPM CPI ഏറ്റുമുട്ടൽ. പദ്ധതിയിൽ നിന്നുള്ള പിന്മാറ്റം അടഞ്ഞ അധ്യായമല്ലെന്ന് വി ശിവൻകുട്ടി. ഇടത് രാഷ്ട്രീയം എങ്ങനെ നടപ്പാക്കണമെന്ന് ആരും പഠിപ്പിക്കേണ്ടെന്നും മന്ത്രി. SSKയുടെ 1500 കോടി രൂപ കിട്ടിയില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള നിലയിൽ എനിക്കില്ല. അത് ഏറ്റെടുക്കേണ്ടവർ ഏറ്റെടുത്തു. തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രകോപിതരാകാതിരിക്കാനുള്ള രാഷ്ട്രീയ ബോധം തനിക്കുണ്ടെന്ന് തിരിച്ചടിച്ച് ബിനോയ് വിശ്വം. ശിവൻകുട്ടി ഇത്രയും പ്രകോപിതരാകാൻ എന്താണ് കാരണമെന്ന് എനിക്കറിയില്ല. ഞാൻ എന്തായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെക്രട്ടറിയാണ്. പ്രകോപനം ഉണ്ടാക്കാനോ പ്രകോപിതരാകാനോ ഞാനില്ല. ശിവൻകുട്ടിയെ എന്തെങ്കിലും പഠിപ്പിക്കാൻ ഞാൻ ആളല്ല. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാതെ പത്മകുമാർ. കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ നീക്കം. ദേവസ്വം മുൻ സെക്രട്ടറി S ജയശ്രീയുടെ മുൻകൂർ ജാമ്യ ഹർജി തള്ളി. ഹൈക്കോടതി ഇടപെട്ടതോടെ സന്നിധാനത്ത് സ്വർണ്ണക്കടത്ത് പ്രതിയെ നിയമിച്ച ഉത്തരവ് റദ്ദാക്കി സർക്കാർ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ച് സർക്കാർ. നടപടി നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഹർജി. സുപ്രീം കോടതിയെ സമീപിക്കാൻ ഹൈക്കോടതി നിർദ്ദേശം. തദ്ദേശപ്പോര് മുറുകുന്നു. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം നാളെ നിലവിൽ വരും. കോഴിക്കോട് കോർപ്പറേഷനിൽ VM വിനു കോൺഗ്രസ് സ്ഥാനാർത്ഥി. മുന്നണികൾക്ക് വെല്ലുവിളിയായി വിമതശല്യവും കൂറുമാറ്റവും. ബീഹാർ ആര് ഭരിക്കുമെന്ന് നാളെ അറിയാം. ആത്മവിശ്വാസത്തിൽ ഇരു മുന്നണികളും. NDA വിജയം പ്രവചിച്ച് ഭൂരിപക്ഷം എക്സിറ്റ് പോൾ സർവേകളും. വോട്ടെണ്ണൽ രാവിലെ 7 മുതൽ തത്സമയം ന്യൂസ് 18-ൽ. US ചരിത്രത്തിലെ ഏറ്റവും നീണ്ട ഷട്ട് ഡൌൺ അവസാനിച്ചു. ധനാനുമതി ബില്ലിൽ ഒപ്പുവെച്ചു ട്രംപ്. ഫെഡറൽ സേവനങ്ങൾ പുനഃസ്ഥാപിച്ചത് 43 ദിവസത്തിന് ശേഷം. വിശദമായി നോക്കാം. ഡൽഹി കാർ ബോംബ് സ്ഫോടനത്തിൽ വെളിപ്പെടുന്നത് നടുക്കുന്ന വിവരങ്ങൾ. ഭീകരർ രാജ്യതലസ്ഥാനത്ത് ഡിസംബർ 6-ന് വിവിധയിടങ്ങളിൽ സ്ഫോടനത്തിന് പദ്ധതിയിട്ടിരുന്നു. ഉമർ നബിക്കും സംഘത്തിനും തുർക്കി ബന്ധം. ഭീകരപ്രവർത്തനത്തിന് ഉപയോഗിച്ച 3ാമത്തെ കാറും അന്വേഷണ സംഘം
കണ്ടെത്തി. 32 സെക്കൻഡ് ഹാൻഡ് കാറുകൾ വാങ്ങാൻ ഇക്കൂട്ടർക്ക് നീക്കമുണ്ടായിരുന്നു. ഭീകരപ്രവർത്തനങ്ങൾക്ക് ഉമറും സംഘവും 20 ലക്ഷം സമാഹരിച്ചതിനും തെളിവുകൾ NIA സംഘത്തിന് ലഭിച്ചു. അന്വേഷണ വിവരങ്ങൾ ലഭിച്ചതിന് പിന്നാലെ അമിത്ഷായുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ ഉന്നതതല യോഗം ചേർന്നു. അതേസമയം സ്ഫോടനത്തിൽ മരിച്ചവരുടെ എണ്ണം 13ആയി. MG മിഥുൻ കൂടുതൽ വിവരങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. മിഥുൻ, നടുക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ പുറത്തുവരുന്നത്. ഈ ഭീകരർ പദ്ധതിയിട്ടിരുന്നത് ഒരു വലിയ സ്ഫോടന പരമ്പരയ്ക്ക് തന്നെയായിരുന്നു, അല്ലേ? ആര്യ, തീർച്ചയായും അത്തരത്തിൽ ഞെട്ടിക്കുന്ന തരത്തിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ NIA സംഘത്തിന് ലഭ്യമായിരിക്കുന്നത്. ഈ കസ്റ്റഡിയിലുള്ള ഡോക്ടർമാരെ ചോദ്യം ചെയ്യലോടുകൂടിയാണ് ഇത്തരത്തിലുള്ള വിവരങ്ങൾ NIA സംഘത്തിന് ലഭ്യമായിരിക്കുന്നത്. അത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലേക്ക് കടക്കുകയും ചെയ്യുന്നു. ഒപ്പം തന്നെ ഇവർക്ക് ഫണ്ട് ലഭിച്ചുകൊണ്ടിരുന്നത് തുർക്കിയിൽ നിന്നാണ്. അത്തരത്തിൽ ഈ ഉമർ നബി അടക്കമുള്ളവർ തുർക്കിയിൽ നിന്ന് സഹായം ലഭ്യമായിരുന്നു. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഇവർ ഇതുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതിയിൽ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് NIAക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. ഒപ്പം തന്നെ വിവിധ ഇടങ്ങളിൽ, രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിൽ ഒരേ സമയം ബ്ലാസ്റ്റ് നടത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളായിരുന്നു ഇവർ കൂടിയാലോചനയിലൂടെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഗൂഢാലോചനയിലൂടെ നടത്തിക്കൊണ്ടു വന്നിരുന്നത്. 32 കാറുകൾ ഇതുമായി ബന്ധപ്പെട്ട സെക്കൻഡ് ഹാൻഡ് കാറുകൾ വാങ്ങാൻ പദ്ധതിയിട്ടിരുന്നു. ഇതിൽ ഈ പിടികൂടിയിട്ടുള്ള അമോണിയ നൈട്രേറ്റ് എന്ന മാരകമായിട്ടുള്ള സ്ഫോടക വസ്തുക്കൾ നിറച്ചുകൊണ്ട് പലയിടങ്ങളിലും ഒരേ സമയം സ്ഫോടനം നടത്തുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയായിരുന്നു ഇവർ രൂപീകരിച്ചിരുന്നത്. ഇതിന്റെ ഭാഗമായി ഇനി കൂടുതൽ ആളുകൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ? ഒപ്പം തന്നെ ഇതിനിടെ മറ്റ് ഒരു കാർ കൂടി ഈ അൽഫല യൂണിവേഴ്സിറ്റിക്ക് സമീപത്ത് നിന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. അവിടെ ഒരു മാരുതി ബ്രസ ചുമന്ന നിറത്തിലുള്ള ഒരു കാറാണ് കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഇവർ വാങ്ങിയതാണ്. ഇതിന്റെ രജിസ്ട്രേഷൻ ഈ ഉമർ നബിയുടെ പേരിലാണ്. അത് ഈ അൽഫല യൂണിവേഴ്സിറ്റിക്ക് സമീപമുള്ള ഒരു ഫാം ഹൗസിൽ നിന്നാണ് ഈ കാർ കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നത്. ഈ കാർ കണ്ടെത്തിയ ഫാം ഹൗസ് ഈ ഉമർ നബിയുടെ ഒരു സുഹൃത്തിൻ്റെതാണ് എന്നുകൂടി അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട്. അയാളെ കൂടി കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് കൂടുതൽ ഏതെങ്കിലും തരത്തിൽ ഇയാൾക്കും ഈ ഒരു വിഷയത്തിൽ പങ്കുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ് എന്നാണ് ഉദ്യോഗസ്ഥർ പറയുകയും ചെയ്യുന്നത്. എന്തായാലും ഇതിന്റെ വളരെ ഞെട്ടിപ്പിക്കുന്ന കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നു. ജെയ്ഷെ മുഹമ്മദിന്റെ ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ കാർ ഓടിച്ചിരുന്നത് ഉമർ നബി തന്നെയാണ് എന്ന സ്ഥിരീകരണം DNA പരിശോധനയിലൂടെ ലഭ്യമാവുകയും ചെയ്തു. അതായത് അവർ പറയുന്നത് ഈ പദ്ധതി അവർ കണക്കുകൂട്ടിയതിലൂടെ നടക്കാൻ സാധിച്ചില്ല. അതായത് ഈ മറ്റ് കാറുകളിൽ നിന്നും മറ്റ് ഡോക്ടർമാരെയൊക്കെ ഈ അന്വേഷണ സംഘം പലയിടങ്ങളിലായി പല ഭാഗങ്ങളിൽ നിന്നായി പിടികൂടിയത് വലിയ ഞെട്ടലുളവാക്കുകയും ചെയ്തു. ഇവർ പദ്ധതി ഇട്ടതുപോലെ നടപ്പിലാക്കാൻ പറ്റാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഡൽഹിയിൽ ഇങ്ങനെ ഒരു ആക്രമണം നടത്താൻ അവർ തുനിയുകയും ചെയ്ത് ഉമർ നബി തന്നെ അതിന് നേതൃത്വം നൽകുകയും ചെയ്തു എന്ന് തന്നെയാണ് പറയുകയും ചെയ്തത്. എന്തായാലും ജെയ്ഷെ മുഹമ്മദിന്റെ ഭീകരാക്രമണ ശ്രമങ്ങൾ നമുക്ക് മുൻകാലങ്ങളിലും രാജ്യത്തെ പല ഭാഗങ്ങളിൽ കണ്ടിട്ടുണ്ട്. പുൽവാമയിലടക്കം അവർ ചെയ്ത ആക്രമണങ്ങളുണ്ട്. ചാവേർ ആക്രമണമായിരുന്നു അവർ പല ഘട്ടങ്ങളിലും ഇന്ത്യയിൽ പലയിടങ്ങളിലും അവർ ഏകോപിപ്പിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്ത് അതേ രീതിയിൽ തന്നെ വിവിധയിടങ്ങളിൽ കാറുകളിൽ ഈ സ്ഫോടക വസ്തുക്കൾ നിറച്ചുകൊണ്ട് അവ പല ഭാഗങ്ങളിൽ പൊട്ടിത്തെറി ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളായിരുന്നു ഇവർ ഏകോപിപ്പിക്കുകയും ചെയ്തിരുന്നത്. അതെന്തായാലും അന്വേഷണ സംഘത്തിന് തടയാൻ സാധിച്ചു എന്നുള്ളതാണ്. വിവിധ പോലീസ് സേനകളുടെയും ഒപ്പം തന്നെ സേനയുടെ ഒക്കെ സുരക്ഷാ സേനകളുടെ ഒക്കെ ഭാഗത്തു നിന്ന് ഉണ്ടായ കൃത്യമായ ഇടപെടൽ അതൊക്കെ കൃത്യമായി തടയാൻ സാധിക്കുകയും ചെയ്തു. പക്ഷേ ഈ ഡൽഹിയിലെ ഈ റെഡ് ഫോർട്ടിലുണ്ടായ ആ ഒരു ആക്രമണം അതിൽ മറ്റാരെങ്കിലും ഒക്കെ ഉൾപ്പെട്ടിട്ടുണ്ടോ? മറ്റ് ഇന്ത്യയിൽ നിന്നുള്ള മറ്റ് ഡോക്ടർമാരുടെ ഏതെങ്കിലും സംഘത്തിൽപ്പെട്ടവർ ഇതിൽ ഇടനിലനിന്നിട്ടുണ്ടോ? ഒപ്പം തന്നെ തുർക്കി കേന്ദ്രീകരിച്ചുള്ള ഇടപെടൽ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ടുള്ള സഹായങ്ങൾ അത് ഈ അൽഫല യൂണിവേഴ്സിറ്റിക്ക് ലഭ്യമായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ അൽഫല തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള ചില വിവരങ്ങൾ ഈ വെബ്സൈറ്റ് വഴി മുന്നോട്ട് വെച്ചിരുന്നു. ഇവർക്ക് നാക് അക്രഡിറ്റേഷൻ ഉണ്ട് എന്നടക്കമുള്ള വ്യാജമായ രീതിയിലുള്ള ചില വാർത്തകൾ അവർ പ്രചരിപ്പിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഈ അൽഫല യൂണിവേഴ്സിറ്റിക്ക് നാക് അക്രഡിറ്റേഷൻ ഇല്ല എന്ന വിവരങ്ങൾ പുറത്തു വരുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. 7 ദിവസത്തിനകം തന്നെ കൃത്യമായ വിശദീകരണം നൽകണമെന്നുള്ള ആവശ്യമാണ് മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നത്. അതിന് പിന്നാലെ ഇവർ ഈ ഔദ്യോഗികമായിട്ടുള്ള ഇവരുടെ വെബ്സൈറ്റ് അത് ഇപ്പോൾ പ്രവർത്തനരഹിതമായിരിക്കുന്നു എന്നുള്ളതാണ്. അവർ തന്നെ അത് നീക്കം ചെയ്തിരിക്കുന്നതായിട്ടാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും എല്ലാ പഴുതുകളും അടച്ചു. ഒപ്പം തന്നെ അൽഫലയിൽ യൂണിവേഴ്സിറ്റിക്ക് ഏതെങ്കിലും തരത്തിൽ ഫണ്ടിങ് ഈ ജെയ്ഷെ മുഹമ്മദിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ഇത്തരത്തിൽ തുർക്കി കേന്ദ്രീകരിച്ചു ഉള്ള ഭീകര സംഘത്തിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ഫരീദാബാദ് ഭീകര സംഘങ്ങളുടെ ഭാഗത്തുനിന്നോ ഒക്കെ ഉണ്ടായിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ വിശദമായി അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ്. എന്തായാലും 13 പേർ ഇപ്പോൾ ഈ ഒരു സ്ഫോടനത്തിൽ മരണപ്പെട്ടതായിട്ടുള്ള ഔദ്യോഗിക സ്ഥിരീകരണം കൂടി ഇന്ന് വരികയും ചെയ്തു. മറ്റൊന്ന്, ഇനി ഇതിൽ ആരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് അവയൊക്കെ കണ്ടെത്തുക എന്നുള്ളതാണ്. ആര്യ, തീർച്ചയായും MG മിഥുനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.
ഡൽഹി കാർ ബോംബ് സ്ഫോടനത്തിലെ അന്വേഷണത്തിൽ ഇന്ത്യൻ ഏജൻസികളെ പ്രശംസിച്ച് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ US സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്ത്യയിലെ ഉദ്യോഗസ്ഥർ അസാധാരണമായ പ്രൊഫഷണലിസത്തോടെയാണ് അന്വേഷണം കൈകാര്യം ചെയ്യുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ബുധനാഴ്ച നടന്ന G7 വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന് ശേഷം കാനഡയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. Yeah, we're aware of the potential that holds, but I think the Indians need to be commended. They've been very measured and cautious and very professional in how they're carrying out this investigation. That investigation continues. It clearly was a terrorist attack, and it was a car loaded with highly explosive materials that detonated and killed a lot of people. ആലപ്പുഴ എരമല്ലൂരിൽ ഉയരപ്പാത നിർമ്മാണത്തിനിടെ ഗർഡർ വീണ് പിക്കപ്പ് വാൻ ഡ്രൈവർക്ക് ദാരുണാന്ത്യം. ഹരിപ്പാട് പള്ളിപ്പാട് സ്വദേശി രാജേഷാണ് മരിച്ചത്. അപകടമുണ്ടായി 3 മണിക്കൂറിന് ശേഷം വാഹനം വെട്ടിമുറിച്ചാണ് ഡ്രൈവറെ പുറത്തെടുത്തത്. ഹൈഡ്രോളിക് ജാക്കിയുടെ തകരാറാണ് അപകട കാരണമെന്നാണ് കരാർ കമ്പനിയായ അശോക ബിൽകോണിന്റെ വിശദീകരണം. അപകടത്തിൽ പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസ് പൊതുമരാമത്ത് സെക്രട്ടറിയോട് വിശദീകരണം തേടി. അപകടം പതിവാണെന്നാരോപിച്ച് നാട്ടുകാർ സ്ഥലത്ത് പ്രതിഷേധിച്ചു. ദേശീയപാതയിൽ ഉയരപ്പാത നിർമ്മാണത്തിൽ അടിക്കടി അപകടങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ള വലിയ രീതിയിലുള്ള പരാതികൾ ഉയരുന്നുണ്ടായിരുന്നു. നിരവധിയായ അപകടങ്ങൾ ഈ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തന്നെ വാഹനാപകടങ്ങളുടെ രൂപത്തിൽ മറ്റും സംഭവിക്കുന്നുണ്ടായിരുന്നു. അതിൽ ഒടുവിലത്തേതാണ് പുലർച്ചെയുണ്ടായ ഇത് ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഒരു അനാസ്ഥ എന്ന രീതിയിൽ തന്നെയാണ് ആക്ഷേപം ഉയരുന്നത്. ഈ കാണുന്ന കൂറ്റൻ ഗർഡർ, ഇത് 2 ഗർഡറുകളാണ് താഴേക്ക് വീണത്. ഈ ഗർഡറിനടിയിൽപ്പെട്ട ഒരു മരണം സംഭവിച്ചിരിക്കുന്നു. പിക്കപ്പ് വാൻ ഡ്രൈവറായ പിക്കപ്പ് വാനിലേക്ക് മുകളിലേക്കാണ് ഗർഡർ വീഴുന്നത്. പിക്കപ്പ് വാൻ ഓടിച്ചിരുന്ന ആലപ്പുഴ ഹരിപ്പാട് സ്വദേശിയായ രാജേഷാണ് ഇതിൽപ്പെട്ട മരിച്ചത്. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനു ശേഷമാണ് രാജേഷിന്റെ മൃതദേഹം അതിൽ നിന്ന് വാഹനത്തിൽ നിന്ന് എടുക്കാനായിട്ട് സാധിച്ചത്. പുലർച്ചെ 3 മണിയോടുകൂടി ഉണ്ടായ അപകടം. അതിനുശേഷം ഏതാണ്ട് അത്രയും 3 മണിക്കൂറിലധികം നീണ്ടുനിന്ന വലിയ ശ്രമത്തിനൊടുവിലാണ് ഈ വാഹനം ഇവിടെ നിന്ന് നീക്കാനടക്കം പറ്റിയത്. ഏതായാലും ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു അപകടം എന്ന് തന്നെ പറയാൻ കഴിയുള്ളൂ. കാരണം ഇത് കൈകാര്യം ചെയ്യുമ്പോൾ ഇതിന് താഴെ കൂടി സാധാരണഗതിയിൽ ഗതാഗതമടക്കം അനുവദിക്കാറില്ല. പക്ഷേ അത് ഉണ്ടായി. അങ്ങനെ തന്നെ അതുകൊണ്ടാണ് ഈ വാഹനം ഇതിനടിയിൽ പെട്ടുപോകുന്നതും ഈ ഒരു ദാരുണമായ സംഭവം ഉണ്ടാകുന്നതും. ഇതെന്തായാലും ഇത് പരിശോധിക്കണം, എന്താണ് സംഭവിച്ചതെന്ന് പരിശോധിക്കണമെന്ന് സ്ഥലത്തെത്തിയ MLA ഡലീമ പറഞ്ഞു. സാധാരണ ഗർഡറുകൾ കയറ്റുന്ന സമയത്ത് നമ്മുടെ വാഹനങ്ങൾ സ്വാഭാവികമായിട്ട് കയറ്റി വിടാറില്ല. ഇരു സൈഡും ബ്ലോക്ക് ചെയ്തതിന് ശേഷമേ വാഹനങ്ങൾ കടത്തി വിടാറുള്ളൂ. കാരണം നമുക്ക് ഇതിനു മുന്നേ ചെറിയ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ശ്രദ്ധ പരിപാലിച്ചുകൊണ്ട് തന്നെയാണ് വാഹനങ്ങൾ, കാരണം അത്രയേറെ ഗർഡറുകൾ ഇതിനകത്ത് മുകളിൽ കയറിയിട്ടുണ്ടല്ലോ. അപ്പോൾ വാഹനം അങ്ങോട്ടും ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഗർഡർ ഒരിക്കലും കടത്താറില്ല. വാഹനം തടഞ്ഞു നിർത്തിയിട്ടാണ് ഗർഡർ കടത്തുന്നത്. ഇതിനെന്താണ് സംഭവിച്ചതെന്നറിയില്ല. അവർ പറയുന്നത് ഒരു ജാക്കി വച്ചതിന് ശേഷം ഒരു ജാക്കി തെന്നി മാറി എന്നുള്ളതാണ് അവർ പറയുന്നത്. അത് വിശദമായിട്ട് പരിശോധിക്കും. അത് അതിൻ്റെതായ എഞ്ചിനീയേഴ്സ് വന്നാലേ നമുക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാൻ പറ്റുകയുള്ളൂ. സുരക്ഷാ സംവിധാനങ്ങളുടെ ഒരു വീഴ്ച എന്നാണ് പ്രാഥമികമായ ഒരു അനുമാനം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്നത്. കാരണം ഇതുപോലുള്ള ഗർഡർ സ്ഥാപിക്കുമ്പോൾ സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങൾ, മുന്നൊരുക്കങ്ങൾ ഒന്നും തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വീകരിച്ചിട്ടില്ല എന്ന് തന്നെയാണ് പ്രാഥമികമായ രീതിയിലുള്ളൊരു അനുമാനം വരുന്നത്. ഇതിൽ പൊതുമരാമത്ത് വകുപ്പ് അടക്കം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജില്ലാ കളക്ടർ, ആലപ്പുഴ ജില്ലാ കളക്ടർ സ്ഥലത്തെത്തുകയും അലക്സ് വർഗീസ് ഇതുമായി ഈ കാര്യങ്ങളിൽ അന്വേഷണം നടത്തുകയും ചെയ്യും. സുരക്ഷാ ഓഡിറ്റിംഗ് അടക്കം ഇതിൽ നടത്തുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. നമ്മൾ ഈ സമയത്ത് ലിഫ്റ്റ് ചെയ്ത സമയത്ത് വാഹന നിയന്ത്രണം പറഞ്ഞിരുന്നു, ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. എന്താ സംഭവിച്ചത് പരിശോധിക്കാം. കരാറുകാരായ കമ്പനിക്കെതിരെ, അശോക കമ്പനിക്കെതിരെ, നിർമ്മാണം അവർക്കാണ് ചുമതല. നിർമ്മാണ കരാറുകാർക്കെതിരെ വലിയ രീതിയിലുള്ള ഒരു ആരോപണമാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയരുന്നത്. സാധാരണഗതിയിൽ ഇവിടെ വാഹനങ്ങൾ കടത്തിവിടാറില്ല എന്ന് ഈ സ്ഥലത്തെത്തിയ അശോക ബിൽഡ് കൺസ്ട്രക്ഷൻ കോർഡിനേറ്റർ വേണുഗോപാൽ പറയുകയുണ്ടായി. അപകടത്തിന് കാരണം ഹൈഡ്രോളിക് ജാക്കിയുടെ തകരാറാണ് എന്നതാണ് അദ്ദേഹം പറഞ്ഞത്. പ്രാഥമിക വിവരം അനുസരിച്ച് നമ്മളിത് സ്ലൈഡ് ചെയ്തതാണ്. സ്ലൈഡ് ചെയ്തിട്ട് ജാക്ക് ലിഫ്റ്റ് ചെയ്തിട്ടാണ് ഇത് ബിയറിംഗിലാണ് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ അത് ജാക്ക് ചെയ്ത് ബിയറിംഗ് വെക്കേണ്ട ടൈമാണ്. ആ ടൈമിൽ അത് ജാക്ക് ഫെയിലർ ആയെന്നാണ് കിട്ടിയിരിക്കുന്ന അറിവ്.
നാട്ടുകാരുടെ വലിയ പ്രതിഷേധമാണ് ഇവിടെ ഉയർന്നത്. പലരും ഉത്തരവാദിത്തപ്പെട്ടവർ ഇത് കൃത്യമായ രീതിയിലുള്ള ഒരു നടപടി സ്വീകരിക്കുന്നില്ല എന്നതാണ് ചൂണ്ടിക്കാണിച്ചത്. ഈ കമ്പനി പ്രതിനിധി എത്തുമ്പോൾ പോലും അവർക്കെതിരെയും നാട്ടുകാരുടെ പ്രതിഷേധമുണ്ടായിരുന്നു. വളരെ രൂക്ഷമായ വാക്കുകളാണ് ഇവർക്കെതിരെ പ്രയോഗിക്കുന്നത്. കാരണം വലിയ രീതിയിലുള്ള അലംഭാവം ഇവർ പുലർത്തിയെന്ന് തന്നെയാണ് നാട്ടുകാരുടെ ആരോപണം. ഭയങ്കരമായ ഒരു സുരക്ഷാ വീഴ്ചയാണ് ഇവർ കാണിക്കുന്നത്. യാതൊരുവിധ മനുഷ്യന് ജീവന് വിലയില്ലാത്ത രീതിയിലാണ് ഇവരുടെ നിലപാട്. ഇവിടെ കുറെ അധികം നാട്ടുകാർ കൂടി ഇതിനകത്ത് അപകടത്തിൽപ്പെട്ട് മരിച്ചിട്ടുണ്ട്. അതായത് ഈ പണി തുടങ്ങിയ തൊട്ട് ഏകദേശം ഒരു 40-45 പേരോളം ഈ ഒരു ദുരിതത്തിൽപ്പെട്ട് മരിച്ചിട്ടുണ്ട്. ഭയങ്കരമായ അനാസ്ഥയാണ് സംഭവിച്ചേക്കുന്നത്. ഇവരുടെ പണിയിൽ ഭയങ്കര വീഴ്ച, കമ്പി എല്ലാ രീതിയിലും വളരെ മോശമാണ് ഇവരുടെ പണി. ഒരു ഉത്തരവാദിത്തം ഇല്ലാത്ത പണിയാണ് നടക്കുന്നത്. സാധാരണ റോഡ് അപ്രോച്ച് റോഡ് പണിതിട്ടാണ് സാധാരണ ഇത് പണിത് പോകുന്നത്. അതുപോലും ചെയ്യാതെ ഇത് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും അമിതമായിട്ട് പണം ഇവരുടെ കൈക്കൂലി വാങ്ങിച്ചുകൊണ്ടാണ് ഇതിന്റെ നിർമ്മാണങ്ങൾ നടന്നിരിക്കുന്നത്. നാട്ടുകാരെ ഇവിടെ ദേശീയപാത ഉപരോധിക്കാനുള്ള ഒരു ശ്രമമടക്കം നടത്തി. പോലീസ് പിന്നീട് അതിൽ ഇടപെടുകയുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ നടപടികൾ, സുരക്ഷാ മുന്നൊരുക്കങ്ങൾ അടക്കം നടത്തണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യമല്ല എങ്കിൽ പ്രതിഷേധം ശക്തമാക്കുമെന്നും അവർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഏതായാലും ഈ ഒരു ദാരുണമായ സംഭവം വലിയ തിരിച്ചറിവിലേക്ക് തന്നെ നയിക്കപ്പെടേണ്ടതുണ്ട്. കാരണം സുരക്ഷാ മുന്നൊരുക്കങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് മാത്രമേ ഇതുപോലുള്ള വലിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താവൂ. അല്ല എങ്കിൽ ഇനിയും ഈ പാത നിർമ്മാണം പൂർത്തിയാക്കാനുണ്ട്. ഇതുപോലുള്ള ദുരന്തങ്ങളിലേക്ക് ഇനിയെങ്കിലും സാഹചര്യങ്ങൾ എത്താതിരിക്കണം. ക്യാമറമാൻ ധനേഷിനൊപ്പം ജാനിപ്പോൾ, ന്യൂസ് 18. അരൂർ അപകടത്തിൽ മരിച്ച രാജേഷിന്റെ കുടുംബത്തിന് 25 ലക്ഷം രൂപ നൽകാമെന്ന് സമ്മതിച്ചതോടെ മൃതദേഹം ഏറ്റുവാങ്ങി ബന്ധുക്കൾ. മുഴുവൻ തുകയും നാളെ ചെക്കായി കൈമാറും. കാർത്തികപ്പള്ളി തഹസിൽദാരെ തുക ഏൽപ്പിക്കാമെന്ന് കരാർ കമ്പനി പറഞ്ഞു. മരണാനന്തര ചടങ്ങുകൾക്കുള്ള അടിയന്തര ധനസഹായമായി 40,000 രൂപയും നൽകും. മകന് സർക്കാർ ജോലിക്കായി കളക്ടർക്ക് ശുപാർശ നൽകുമെന്ന് തഹസിൽദാർ ഉറപ്പു നൽകിയതായും ബന്ധുക്കൾ അറിയിച്ചു. ജീവന് വില കൽപ്പിക്കാത്ത സമീപനമാണ് അരൂരിൽ ഉണ്ടായതെന്ന് കെ.സി. വേണുഗോപാൽ MP. സർവീസ് റോഡുകൾ മെച്ചപ്പെടുത്തിയാൽ ഒരു പരിധിവരെ പ്രശ്നം പരിഹരിക്കാമായിരുന്നുവെന്നും കെ.സി. വേണുഗോപാൽ പറഞ്ഞു. 40-ലധികം പേരുകളാണ്, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, നിങ്ങൾ തന്നെ പലപ്പോഴും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, 40-ലധികം പേരുകളാണ് ഈ അരൂർ തുറൂർ പാതയിൽ മാത്രം സർവീസ് റോഡുമായി ബന്ധപ്പെട്ട ആക്സിഡന്റിൽ മരണപ്പെട്ടിരിക്കുന്നത്. മനുഷ്യജീവൻ ഒരു വിലയും കൽപ്പിക്കാത്ത ഈ സമീപനം മാറ്റണം, ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പല പ്രാവശ്യം കേന്ദ്രമന്ത്രിക്ക്, ദേശീയപാത അതോറിറ്റിക്ക് ഒക്കെ MP എന്ന നിലയിൽ നേരിട്ട് നിവേദനം കൊടുത്തതാണ്. രണ്ട് ഭാഗത്തേക്കുള്ള സർവീസ് റോഡുകൾ മെച്ചപ്പെടുത്തിയെടുത്താൽ ഒരു പരിധിവരെ ഗതാഗതം പൂർണ്ണമായി നിയന്ത്രിക്കാൻ പറ്റും. ഇതൊന്നും അവിടെ ചെയ്തിട്ടില്ല. ഇനിയും എല്ലാ ദിവസവും നമ്മൾ ഇതുപോലെ മരണങ്ങളോ അപകടം ഉണ്ടായി ചർച്ച ചെയ്യും. ഇനിയും ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള ശ്രദ്ധ ദേശീയപാത അതോറിറ്റിയുടെ ഭാഗത്തുണ്ടാകണം, അതുപോലെ തന്നെ കേരള ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടാകണം. ഇത് അങ്ങേയറ്റ സത്യത്തിലൊരു കൊലയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അവിടെ ഓരോ ദിവസവും മനുഷ്യജീവനുകൾ ഇങ്ങനെ പൊലിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ടോ? അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്. സോഷ്യൽ മീഡിയയുടെ, വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ വലിയ വിവരശേഖരത്തിന്റെ ലോകം. ആ ലോകത്തിനകത്ത് കുരുങ്ങിപ്പോകുന്ന കുട്ടികളെ തിരിച്ച് യഥാർത്ഥ ജീവിതത്തിലേക്ക്, മണ്ണിന്റെ മണമുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്കും കഴിയേണ്ടതല്ലേ? അവരെ കേൾക്കാൻ, അവരിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാൻ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമുക്ക് മാത്രമേ കഴിയൂ. ചേർത്ത് പിടിക്കാം നമ്മുടെ കുട്ടികളെ. ലഹരിയുടെ വലയിൽ കുരുങ്ങാതെ അവരെ കാത്തുരക്ഷിക്കാം. എന്തുപറ്റി നമ്മുടെ നാടിന് എന്ന് ചോദിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ
തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ PM ശ്രീയിൽ വീണ്ടും ഏറ്റുമുട്ടി CPM-ഉം CPI-യും. പദ്ധതിയിൽ നിന്നുള്ള പിന്മാറ്റം അടഞ്ഞ അധ്യായമല്ലെന്ന് അടിവരയിട്ട മന്ത്രി V. ശിവൻകുട്ടി CPI-യെ രൂക്ഷമായി വിമർശിക്കുകയും ജനയുഗത്തിലെ ലേഖനത്തിനെതിരെ അതൃപ്തി പരസ്യമാക്കുകയും ചെയ്തു. തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രകോപിതനാകാതിരിക്കാനുള്ള രാഷ്ട്രീയ ബോധം തനിക്കുണ്ടെന്നായിരുന്നു CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ മറുപടി. PMC വിവാദം അടഞ്ഞ അധ്യായമെന്നും മുന്നണി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുമെന്നും ഈ CPM-ന്റെയും CPI-യുടെ നേതാക്കൾ ആവർത്തിച്ചു പറയുമ്പോഴും കാര്യങ്ങൾ അത്ര പന്തിയല്ല ഇടതുമുന്നണിയിൽ. ഇന്നലെ കേന്ദ്രത്തിന് ഈ കരാർ തൽക്കാലത്തേക്ക് മരവിപ്പിക്കണമെന്ന സംസ്ഥാനത്തിന്റെ ആവശ്യം അറിയിച്ച് വിദ്യാഭ്യാസ വകുപ്പ് കത്തയച്ചിരുന്നു. പക്ഷേ അതിനുശേഷം ബിനോയ് വിശ്വം CPI സംസ്ഥാന സെക്രട്ടറി നടത്തിയ പ്രതികരണങ്ങളാണ് CPM-നെ മന്ത്രി V. ശിവൻകുട്ടിയെ ചൊടിപ്പിച്ചിട്ടുള്ളത്. കടുത്ത വിമർശനമാണെന്ന് ശിവൻകുട്ടി അതിന്റെ അതൃപ്തി പരസ്യമായിക്കൊണ്ടാണ് നിലപാട് പറഞ്ഞത്. CPM-ന്റെ RSS വിരുദ്ധ പോരാട്ടങ്ങൾ അളക്കാൻ ആരും വരേണ്ട കാര്യമില്ല. RSS വിരുദ്ധ സമീപനം CPM-നെ പഠിപ്പിക്കാൻ ഒരു കേന്ദ്രങ്ങളും മിനക്കെടേണ്ട. ഈ കേന്ദ്ര സർക്കാരിനെ ഇതിനകം PMC നിലപാട് അറിയിച്ചു കഴിഞ്ഞു. അതിന്റെ പേരിൽ SSK ഉൾപ്പെടെയുള്ള ഫണ്ട് നഷ്ടപ്പെടുത്തിയാൽ അതിന്റെ ഉത്തരവാദിത്തം തനിക്കില്ല, ബന്ധപ്പെട്ടവർ അതിന് മറുപടി പറയണമെന്ന് ബിനോയ് വിശ്വത്തെയും CPI-യും പരോക്ഷമായി പരാമർശിച്ചുകൊണ്ട് ശിവൻകുട്ടി പറഞ്ഞു. PMC ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നിലപാട് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുവാനുള്ള ഒരു ഭരണപരമായ ബാധ്യതയുടെയും വിട്ടുവീഴ്ചയില്ലാത്ത രാഷ്ട്രീയ നിലപാടിന്റെയും സംയോജനമാണ് എന്ന് വ്യക്തമാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ വഴി സംസ്ഥാനങ്ങൾക്ക് ലഭിക്കുന്ന ഫണ്ട് കേരളത്തിന്റെ അവകാശമാണ്, അതാരുടെയും ഔദാര്യമല്ല. PMC പദ്ധതിയിൽ ഒപ്പുവയ്ക്കുവാനുള്ള ആദ്യഘട്ട ശ്രമം പോലും സംസ്ഥാന താൽപര്യം മുൻനിർത്തി നമ്മുടെ വിദ്യാഭ്യാസ നിയമങ്ങൾക്കും പാഠ്യപദ്ധതിക്കും എതിരില്ലാത്ത ഭാഗങ്ങൾ മാത്രം സ്വീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു. PMC പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നതായി അറിയിച്ച് കേന്ദ്ര സർക്കാരിന് സംസ്ഥാന സർക്കാർ കത്തയച്ചത് LDF രാഷ്ട്രീയത്തിന്റെ വിജയമാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ പ്രസ്താവന കണ്ടു. ഇത് ആരുടെയും വിജയത്തിന്റെയും പരാജയത്തിന്റെയും പ്രശ്നമൊന്നുമല്ല. ആരെങ്കിലും ഇടപെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഇത് ഏതെങ്കിലും ഒരു കൂട്ടരുടെ വിജയമാണ്, വേറെ ഒരു കൂട്ടരുടെ പരാജയമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു നയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ട്. ആ നയം കൂടിയാലോചനയിലൂടെ പരിഹാരം കാണണമെന്നുള്ളതിലേക്ക് തീരുമാനിച്ചു. കുറച്ചുകൂടി സംയമനത്തോടുള്ള മറുപടിയാണ് ഇന്ന് ബിനോയ് വിശ്വം നൽകിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല എന്നാണ് ശിവൻകുട്ടി പറഞ്ഞത്. അതുകൊണ്ട് തന്നെ താനും അത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. താൻ തികഞ്ഞ ഇടതുബോധം ഉൾക്കൊണ്ട് പറയുകയാണ്. PMC കരാർ തീർച്ചയായും സംസ്ഥാന താൽപര്യത്തിന് വിരുദ്ധമായിരുന്നു, അതുകൊണ്ടാണ് അതിൽ ഉൾപ്പെടാതെ പോയെന്ന് പറഞ്ഞുകൊണ്ട് വിവാദങ്ങളിൽ ശിവൻകുട്ടി ഇപ്പോൾ പറഞ്ഞ കടുത്ത അതൃപ്തി കൂടി പരസ്യമാക്കുകയാണ് ബിനോയ് വിശ്വം ചെയ്തത്. അപ്പോഴും ഒരു കടുത്ത പരാമർശങ്ങൾക്ക് ബിനോയ് വിശ്വം തയ്യാറായിട്ടില്ല. സഖാവ് ശിവൻകുട്ടി ഇത്രയും പ്രകോപിതരാകാൻ എന്താണ് കാരണമെന്ന് എനിക്കറിയില്ല. ഞാൻ എന്തായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെക്രട്ടറിയാണ്. പ്രകോപനം ഉണ്ടാക്കാനോ പ്രകോപിതരാകാനോ ഞാനില്ല. സഖാവ് ശിവൻകുട്ടിയെ എന്തെങ്കിലും പഠിപ്പിക്കാൻ ഞാൻ ആളല്ല. PMC എന്ന പദ്ധതി NEP-യുമായിട്ട് കൂട്ടിയിണക്കപ്പെട്ട ഒന്ന് RSSന്റെ വിദ്യാഭ്യാസ അജണ്ട നടപ്പിലാക്കാനുള്ള ഒരു നീക്കം, അതിനെപ്പറ്റിയുള്ള ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ശരി എന്താണെന്ന് ഞാൻ പഠിപ്പിക്കുന്നില്ല. പക്ഷേ അത് പഠിപ്പിക്കാൻ CPM-ന്റെ നേതാക്കൾ ഈ നാട്ടിലുണ്ട്. ശിവൻകുട്ടിയുടെ ഇന്നത്തെ നിലപാട് പ്രഖ്യാപനം അദ്ദേഹത്തിന്റെ മാത്രം അഭിപ്രായമായി കാണാൻ കഴിയില്ല. CPM നേതൃത്വത്തിന്റെ മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി നടത്തിയ ഒരു പ്രസ്താവനയെ തന്നെ അതിനെ കാണേണ്ടതുണ്ട്. കടുത്ത CPI-യുടെ നീക്കങ്ങളിലും ഈ PMC കരാറിൽ സർക്കാർ പിന്മാറിയതിന്റെ മരവിപ്പിക്കാൻ പറഞ്ഞതിന്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ CPI നടത്തുന്ന ഇടപെടലും കടുത്ത അമർഷം CPM-നുണ്ട്. അതെങ്ങനെയാണ് വരും ദിവസങ്ങളിൽ ഡെവലപ്പ് ചെയ്യുക എന്നാണ് കണ്ടറിയേണ്ടത്. അത് തദ്ദേശ തെരഞ്ഞെടുപ്പിനെയും ബാധിക്കുമോ എന്ന കാര്യത്തിലുമൊക്കെ ഇരു പാർട്ടികൾക്കും വലിയ ആശങ്കയുണ്ട്. VV അരുണിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാറിനെ പ്രത്യേക അന്വേഷണ സംഘം വൈകാതെ ചോദ്യം ചെയ്യും. നേരിട്ട് ഹാജരാകാൻ തയ്യാറായില്ലെങ്കിൽ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനാണ് തീരുമാനം. കേസിൽ ദേവസ്വം മുൻ സെക്രട്ടറി S. ജയശ്രീയുടെ മുൻകൂർ ജാമ്യം പത്തനംതിട്ട ജില്ലാ കോടതി തള്ളിയതോടെ അറസ്റ്റ് ഉടനുണ്ടായേക്കും. ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം കവർന്ന കേസിൽ 4ാം പ്രതിയാണ് ജയശ്രീ. സന്നിധാനത്ത് സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിക്ക് നിയമനം നൽകിയ ഉത്തരവ് റദ്ദാക്കി. ADGP-യാണ് ഉത്തരവ് റദ്ദാക്കിയത്. നെടുമ്പാശ്ശേരി സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി SIR കൃഷ്ണകുമാറിനെ നിയമിച്ച നടപടിയാണ് റദ്ദാക്കിയത്. ഹൈക്കോടതി റിപ്പോർട്ട് ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് തീരുമാനം.
ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന ബീഹാർ ആര് ഭരിക്കുമെന്ന് നാളെ അറിയാം. എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ NDA സഖ്യത്തിന്റെ ആത്മവിശ്വാസം ഇരട്ടിയാക്കിയിട്ടുണ്ട്. എന്നാൽ എക്സിറ്റ് പോൾ ഫലങ്ങളല്ല, യഥാർത്ഥ ഫലം വരുമ്പോൾ കാര്യങ്ങൾ അനുകൂലമാകുമെന്ന പ്രതീക്ഷയിലാണ് ഇന്ത്യ സഖ്യം. റെക്കോർഡ് പോളിംഗ് ആർക്ക് അനുകൂലമാകുമെന്ന ആശങ്ക ഇരു മുന്നണികൾക്കുമുണ്ട്. RJD സ്ഥാനാർത്ഥികളുമായി കൂടിക്കാഴ്ച നടത്തിയ തേജസ്വി യാദവ് ഭരണഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങൾ നേരിടാൻ തയ്യാറായിരിക്കണമെന്ന് നിർദ്ദേശം നൽകി. വോട്ടെണ്ണലിനുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. 46 കേന്ദ്രങ്ങളിലാണ് വോട്ടെണ്ണൽ. രാവിലെ 8 മണി മുതൽ വോട്ടെണ്ണൽ ആരംഭിക്കും. രാവിലെ 7 മണി മുതൽ സമഗ്ര കവറേജ് ന്യൂസ് 18-ൽ കാണാം. US ഷട്ട് ഡൗൺ അവസാനിച്ചു. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ധനാനുമതി ബില്ലിൽ ഒപ്പുവെച്ചു. 209-നെതിരെ 222 വോട്ടുകൾക്കാണ് ബില്ല് ജനപ്രതിനിധി സഭയിൽ പാസ്സായത്. ഇതോടെ 43 ദിവസം നീണ്ടുനിന്ന ചരിത്രത്തിലെ ഏറ്റവും വലിയ ഷട്ട് ഡൌണിനാണ് അന്ത്യം കുറിച്ചത്. തിങ്കളാഴ്ചയാണ് US ധനവിനിയോഗ ബില്ല് സെനറ്റിൽ പാസ്സായത്. ഇന്ന് ജനപ്രതിനിധി സഭയിലെത്തിയ ബില്ലിൽ നിരവധി ചർച്ചകളും വാദപ്രതിവാദങ്ങളും ഉണ്ടായി. ന്യൂജേഴ്സി ഗവർണറായി തെരഞ്ഞെടുക്കപ്പെട്ട മിക്കി ഷെറിൽ ബില്ലിനെ രൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചത്. കുട്ടികളിൽ നിന്ന് ഭക്ഷണം തട്ടിയെടുക്കുകയും ആരോഗ്യ സംരക്ഷണം ഇല്ലാതാക്കുകയും ചെയ്യുന്ന ഭരണകൂടത്തിന്റെ ചുവന്ന മുദ്രയായി സഭയെ മാറാൻ അനുവദിക്കരുതെന്ന് അവർ ആവശ്യപ്പെട്ടു. എന്നാൽ 222-നെതിരെ 209 വോട്ടുകൾക്ക് ബില്ല് പാസ്സായി. 6 ഡെമോക്രാറ്റ് അംഗങ്ങളും റിപ്പബ്ലിക്കൻസിനെ പിന്തുണച്ചു. തുടർന്ന് ഓവൽ ഓഫീസിൽ വെച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചതോടെ 43 ദിവസം നീണ്ടുനിന്ന ഷട്ട് ഡൌൺ അവസാനിച്ചു. ഷട്ട്ഡൌണിന് കാരണം ഡെമോക്രാറ്റിക് പാർട്ടിയാണെന്ന് ട്രംപ് കുറ്റപ്പെടുത്തി. ഡെമോക്രാറ്റുകൾ അമേരിക്കയെ കൊള്ളയടിക്കാൻ ശ്രമിച്ചു. ഒബാമ കെയർ പദ്ധതി കാരണമാണ് ആരോഗ്യ ചെലവുകൾ ക്രമാതീതമായി ഉയർന്നത്. നിലവിൽ നുഴഞ്ഞുകയറ്റക്കാർക്ക് സൗജന്യങ്ങൾ നൽകാനാണ് ശ്രമമെന്നും ട്രംപ് പറഞ്ഞു. ജനങ്ങൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇത് ഓർക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. Over the past 7 weeks, the Democrats' shutdown has inflicted massive harm. Total effect of the damage their antics caused will take weeks and probably months to really calculate accurately, including the serious harm that they did to our economy and to people and to families. So I just want to tell the American people, you should not forget this when we come up to midterms and other things. Don't forget what they've done to our country. ഡെമോക്രാറ്റുകൾക്കോ റിപ്പബ്ലിക്കൻസിനോ യാതൊരു നേട്ടവും അവകാശപ്പെടാനില്ലാതെയാണ് US ഷട്ട് ഡൌൺ അവസാനിക്കുന്നത്. രാജ്യത്തിന്റെ പൊതുകടം വർദ്ധിച്ചതും പൂർണ്ണമായ ധനവിനിയോഗ ബില്ല് പാസാക്കാൻ സാധിക്കാത്തതും റിപ്പബ്ലിക്കൻസിനെ വലയ്ക്കുന്നുണ്ട്. ഫെഡറൽ ഹെൽത്ത് ഇൻഷുറൻസ് സബ്സിഡികൾ നീട്ടുന്നത് ഡിസംബറിൽ സെനറ്റിൽ ചർച്ച ചെയ്യാൻ ധാരണയായെങ്കിലും ജനപ്രതിനിധി സഭയിൽ വോട്ടെടുപ്പ് നടത്താമെന്ന് സ്പീക്കർ ഉറപ്പു നൽകാത്തത് ഡെമോക്രാറ്റുകൾക്കും തിരിച്ചടിയായി. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. നോക്കാം സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 11,715 രൂപ, പവന് 93,720 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 9,680 രൂപ, പവന് 77,440 രൂപ. വെള്ളി ഗ്രാമിന് 175 രൂപ, കിലോഗ്രാമിന് 1,75,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലറി. ലൈവ് അറ്റ് 6 പൂർണ്ണമാവുകയാണ്. ഇനി ഇടവേളയ്ക്ക് ശേഷം തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ ബുള്ളറ്റിനാണ്. നാട്ടിലോട്ട് കാണാം. അശ്വതി ചേരും.